മിക്കവാറും ഹസ്തരേഖയും ജ്യോതിഷം നോക്കാനിരിക്കുമ്പോഴാണ് അമ്മമാരും മക്കളുടെ ജാതകവും കൊണ്ട് വരണത്. വന്നിട്ട് മാഡം മോനെ കൊണ്ട് എൻജിനീയറിങ്ങിന് ചേർത്ത്, പക്ഷെ 4 വർഷമായപ്പോൾ ആ പൈസ മൊത്തവും കളഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു. പലരും പറയാനുള്ള കാര്യമാണ് എൻ്റെ അടുത്ത്. ഞാൻ നോക്കുമ്പോഴത്തേക്കും ആ ഗ്രഹനിലയായാലും ഹസ്തരേഖയായാലും നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ കുട്ടിക്ക് എൻജിനീയറിംഗ് ഫീൽഡായിട്ട് ഒരു അഭിരുചിയും ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലവർ പറയാം മാഡം 10 എത്രയോ ലക്ഷം രൂപ ചിലവഴിച്ചിട്ട് എവിടെ മെഡിസിന് കൊണ്ട് ചേർത്ത് 2-3 വർഷങ്ങൾ ഞാൻ പൈസ മൊത്തവും കളഞ്ഞിട്ട് തിരിച്ച് വന്നത് കംപ്ലീറ്റ് താല്പര്യമില്ല. പിന്നെ ഞങ്ങൾ വേറെ ഇപ്പം ആ പൈസ അത്രയും വേണ്ടെന്ന് വച്ചിട്ട് വേറെ കൊണ്ട് ചേർത്തു എന്നറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് നമുക്ക് ഹസ്തരേഖ നോക്കി മനസ്സിലാക്കാൻ പറ്റും ഒരു കുട്ടിയുടെ അഭിരുചി. അത് മെഡിസിൻ ആണെങ്കിൽ കറക്റ്റായിട്ട് ആ കുട്ടിക്ക് മെഡിസിനിലാണ് അഭിരുചിയെങ്കിൽ നമുക്ക് ബുധമണ്ഡലം നോക്കിയാൽ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ക്രോസ് 3 ലൈൻ കാണാം. അപ്പം മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ മാത്രമല്ല, ഫാർമസി, മെഡിസിൻ പരമായിട്ടുള്ള, അതായത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഫാർമസി, നേഴ്സ്, ഡോക്ടർ, ഇതിലെല്ലാം ആ കുട്ടി വിജയിക്കുക. ആ കുട്ടിയെ കൊണ്ടാണ് എൻജിനീയറിംഗിനാക്കുന്നത്. പിന്നെ എൻജിനീയറിംഗ് ഫീൽഡാണെങ്കിൽ ബുധന്റെ കാരകത്വം നമ്മൾ വേറെ നോക്കാറുണ്ട്. ബുധൻ എവിടെ നിൽക്കുന്നത്, ഇങ്ങനെ നമുക്ക് ഹസ്തരേഖ ബുധ മണ്ഡലം എങ്ങനെയാണ്, ഇങ്ങനെ ഹസ്തരേഖ നോക്കി നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലാതെ കൊണ്ടുവന്ന് അവർ കുട്ടികളുടെ അഭിരുചിക്കല്ല ആക്കണത്, അമ്മയുടെ അച്ഛൻ്റെ അഭിരുചിക്കാണ് ഫെയിൽവർ, അല്ലാതെ മറ്റൊന്നും വരികയും ഇല്ല. ആ കുട്ടിയുടെ ഭാഗ്യം തുലച്ച് വെക്കുകയും ചെയ്യും. നന്നായിട്ട് പറയാം ഒരു കുട്ടിക്ക് മെഡിസിനിൽ അഭിരുചി ഉണ്ടോ. നമ്മൾ ഹസ്തരേഖ നോക്കി പറയാൻ പറ്റും വ്യാഴമണ്ഡലം, സൂര്യമണ്ഡലം, ബുധമണ്ഡലത്തിൽ, അത് ബുധമണ്ഡലത്തെ നോക്കി പറയാനായിട്ട് നല്ലവണ്ണം നമുക്ക് കൃത്യമായിട്ട് പറയുകയും ചെയ്യാം. അത് കറക്റ്റായിട്ട് ശരിയാവുകയും ചെയ്യാം. പക്ഷെ ആർക്കും അതൊന്നും അറിയണ്ട, അതൊക്കെ തെറ്റ്. മക്കളുടെ അഭിരുചിക്കല്ല, അച്ഛൻ്റെ അമ്മ അഭിരുചിക്കാണ് മക്കളെ ചേർക്കുകയും കുട്ടികളുടെ